എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. നിങ്ങളെല്ലാവരും സേഫ് ആണെന്നും ഹെൽത്തി ആണെന്നും വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് വീണ്ടും ഒരു നൊസ്റ്റാൾജിക് വിഭവമായിട്ടാണ്. അതായത് നമ്മുടെ സ്വന്തം കാജ. കാജ എന്ന് പറയും, ഞങ്ങളുടെ നാട്ടിലൊക്കെ കാജ എന്നാണ് പറയാറുള്ളത്. ബാക്കി പല സ്ഥലത്തും മടക്ക് കാജ എന്ന് പറയും, മടക്ക് എന്ന് പറയും, ഐനാസ് എന്ന് പറയും. അങ്ങനെ പല പേരുകളിലാണ് ഈ ഡിഷ് അറിയപ്പെടുന്നത്. അപ്പോൾ ചെറുപ്പത്തിലേക്ക് ഒരുപാട് കഴിച്ചിട്ടുള്ളതാണ്. പിന്നെ കുറേ നാളായി ഇപ്പം ഞാൻ കാജൊക്കെ കഴിച്ചിട്ട് ചെറുപ്പത്തിലേതൊക്കെ കാണുമ്പോഴും കഴിക്കുമ്പോഴും ഒരിക്കൽ പോലും എനിക്ക് സ്വന്തമായി ഉണ്ടാക്കാൻ പറ്റുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഉണ്ടാക്കി നോക്കിയപ്പോൾ വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. അതുപോലെ തന്നെ പലഹാരങ്ങളുടെ ഒരു ഘോഷയാത്ര ആയിരുന്നില്ലേ കുറച്ച് ദിവസങ്ങളായിട്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ അമ്മമാര്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ കുറേ പേര് എൻ്റെ അടുത്ത് ഡോണറ്റിന്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഡോണറ്റ് ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോ കാണാൻ മറക്കരുത്. അത് ഈസി വേർഷനാണ് ഇട്ടിരിക്കുന്നത്. റിയൽ ആയിട്ടുള്ള ഷേപ്പ് ആയിട്ടുള്ള ഡോണറ്റ് ഞാൻ തീർച്ചയായിട്ടും കൊണ്ടുവരാം. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ പലഹാരങ്ങൾക്ക് ഒരു ഇടവേള കൊടുക്കാൻ പോവുകയാണ് ഞാൻ. ഇനി വീണ്ടും ബാക്കിയുള്ള ഡിഷസും ചെയ്യണ്ടേ. അപ്പോൾ നാളെ ഞാൻ തയ്യാറാക്കാൻ പോകുന്ന സോയ വെച്ചിട്ടുള്ള ഒരു മസാലക്കറിയാണ്. അപ്പൊ നിങ്ങളുടെ അടുത്ത് സോയ ഉണ്ടെങ്കിൽ റെഡിയാക്കി വെച്ചോളൂ കേട്ടോ. അപ്പൊ നമുക്ക് നാളെ സോയ റെസിപ്പി ആയിട്ട് കാണാം. അപ്പോൾ എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള കാജ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട കാജ അല്ലെങ്കിൽ മടക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു ഗ്ലാസ് മൈദ, ഞാനിവിടെ എടുത്തിരിക്കുന്നത് 240 ml ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ്, ടേബിൾ സ്പൂണിൻ്റെ കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ 12 ടേബിൾ സ്പൂൺ. ഞാൻ കഴിഞ്ഞ ദിവസം വെട്ട് കേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അതേപോലെ തന്നെ സെയിം അളവ് തന്നെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് മൈദ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് നമുക്ക് കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഇടാം, അതല്ലെങ്കിൽ മഞ്ഞ കളർ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള മഞ്ഞ കളർ ഉണ്ടാവാറില്ലേ, അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കളർ ചേർക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതിൽ നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ഇടുന്നില്ല, അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ അല്പം കളർ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പുറത്ത് നല്ല വെയിൽ, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചു പാത്രം. അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കാം. ഇപ്പോൾ വെള്ളം ഒരുമിച്ച് അങ്ങോട്ട് ഒഴിക്കരുത് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1/2 ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ 1/2 ഗ്ലാസ് വെള്ളം മുഴുവനും വേണ്ടി വരില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇതങ്ങ് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം, അതിനുശേഷം മിക്സ് ചെയ്യുക. അപ്പോൾ വെള്ളം കൂടിക്കഴിഞ്ഞാൽ ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് കുറച്ച് പൊടി ഇട്ടതിന് ശേഷം ആ വെള്ളത്തിൻ്റെ അംശം കുറച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചപ്പാത്തി പരുവത്തിൽ കുഴച്ചെടുക്കുക, വെട്ടുകേക്ക് ചെയ്ത പോലെ തന്നെ. ഈ പ്രൊസീജിയർ എല്ലാം അതുപോലെ തന്നെയാണ്. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാറാണ് പതിവ്. ഇച്ചിരി കൂടെ വെള്ളമാവാം. 1/2 ഗ്ലാസ് മുഴുവൻ ഒഴിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ കുറവുണ്ട് 1/2 ഗ്ലാസ്സിനേക്കാളും. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊരു 5 മിനിറ്റ് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ മാവ് കുഴക്കുന്ന പോലെ സോഫ്റ്റ് ആവാൻ പാടില്ല. കുറച്ച് കട്ടിയായിട്ടിരിക്കണം, എന്നാലേ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ കൂടെ മൈദ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പോഴാണ് നല്ല കട്ടിയായത്. അപ്പോൾ ഓരോരുത്തരുടെ കയ്യിൽ കിട്ടുന്ന പൊടി അനുസരിച്ച് ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം വരാം. ഞാൻ ഉപയോഗിച്ചിരുന്ന പച്ചവെള്ളമാണ്, ചൂടുവെള്ളമൊന്നുമല്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ ഇതുപോലെ നല്ല കട്ടിയിൽ കുഴച്ചെടുക്കുക, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇപ്പോൾ തന്നെ പരത്തിയെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ മാവിനെ പരത്തിയെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഇതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഒരെണ്ണോട് ഇരുന്നോട്ടെ. അതിന് ശേഷം ബാക്കി ഈ ഒരു ഉണ്ട മാവിനെ നമുക്ക് പരത്തിയെടുക്കണം. ഈ പലകയുടെ താഴെ ഒരു തുണി വെച്ചോളൂ കേട്ടോ, അല്ലെങ്കിൽ ഇത് അങ്ങനെ പെട്ടെന്ന് സ്ലിപ്പായി പോകും. അപ്പോൾ ആദ്യത്തെ ഉണ്ട മാവിനെ നമുക്ക് ഇതേപോലെ ഒന്ന് ആക്കിയെടുത്തതിന് ശേഷം മാക്സിമം പരത്തി കൊടുക്കുക. അപ്പോൾ പരത്തുന്നതിനേക്കാളും മുൻപായിട്ട് ഈ പലകയിൽ കുറച്ച് അരിപ്പൊടി, ഞാനിപ്പോൾ ഇവിടെ പത്തിരിയുടെ പൊടി, വറുത്ത പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, ഒന്ന് വെതറി കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് പരത്താൻ പറ്റും. മാക്സിമം ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിൽ അങ്ങ് പരത്തി കൊടുക്കുക. നമുക്കിത് മാക്സിമം എത്ര നൈസായിട്ട് പരത്താൻ പറ്റുമോ അത്രയും നൈസായിട്ട് അങ്ങ് പരത്തിയെടുക്കാം. പരത്താൻ പറ്റാതാകുമ്പോൾ കുറച്ച് അരിപ്പൊടി വെതറി കൊടുക്കുക, വീണ്ടും പരത്തുക കേട്ടോ. അതുപോലെ മാക്സിമം പരത്തിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അത്രയും ഞാൻ
നൈസായിട്ട് പരത്തിയിട്ടുണ്ട്. ഒരു ഇതേപോലെ നിങ്ങൾക്ക് ഈ ഏകദേശം ഒരു റെക്ടാങ്കിൾ ഷേപ്പിൽ പരത്താൻ പറ്റുകയാണെങ്കിൽ നന്നായിരിക്കും. അതല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേലെ നമുക്ക് ഒന്നില്ലെങ്കിൽ നെയ്യ് തടവി കൊടുക്കണം, അതല്ലെങ്കിൽ ഓയിൽ ഉപയോഗിച്ചാലും മതി. ഞാനിപ്പോൾ ഇവിടെ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. കൈ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. എൻ്റെ അടുത്ത് ഇപ്പോൾ ബ്രഷ് ഉള്ളത് കൊണ്ട് ഞാൻ ബ്രഷ് വെച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്യുന്നു എന്ന് മാത്രം. ചിലവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്യ് എടുത്തിട്ട് നെയ്യിൻ്റെ കൂട്ടത്തിൽ കൂടെ മൈദയും കൂടെ അങ്ങ് ചേർത്ത് മിക്സ് ചെയ്തിട്ട് ആ ഒരു പേസ്റ്റ് ഇതിൻ്റെ മേലെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. നമ്മൾ അരിപ്പൊടിയാണ് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത്, മൈദ കുഴയ്ക്കാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്തിരിക്കുന്ന അരിപ്പൊടിയില്ലേ, വറുത്ത അരിപ്പൊടി, അത് ഇതിൻ്റെ മുകളിൽ കൂടെ നന്നായിട്ട് അങ്ങ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. എൻ്റെ ഗോതമ്പ് പൊറോട്ട എത്ര പേരുണ്ടാക്കിയിട്ടുണ്ട്? അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഇതിലും ചെയ്യുന്നത്, അരിപ്പൊടിയാണെന്ന് മാത്രം. അതേപോലെ തന്നെ നമ്മൾ റുമാലി റൊട്ടിയൊക്കെ ഇതേപോലെ തന്നെ ചെയ്യുന്നത്. നമുക്ക് ലെയേഴ്സ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിപ്പൊടി ഇതിൻ്റെ മേലെ ഇടുന്നത്. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ഇതിന് പരത്തുമ്പോൾ അതെല്ലാം കൂടി ഒരുമിച്ച് ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ആ ലെയേഴ്സ് വിട്ടു വരില്ല. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ മടക്കി എടുക്കണം. അപ്പോൾ ആദ്യത്തെ ഇവിടെ നിന്ന് തന്നെ ചെറുതായിട്ട് അങ്ങ് മടക്കി കൊടുക്കുക. അപ്പോൾ എത്ര മടക്ക് നിങ്ങൾക്ക് കിട്ടുന്നു അത്രയും ലെയേഴ്സ് നമ്മൾ ഫ്രൈ ചെയ്ത് വരുമ്പോൾ കിട്ടും. അപ്പോൾ മാക്സിമം ടൈറ്റായിട്ട് അങ്ങ് മടക്കുക. ഇവിടുത്തെ ഷേപ്പൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് മുറിച്ച് വരുമ്പോൾ ശരിയായിക്കോളും. കാരണം ഞാൻ അത്രയും ടൈറ്റായിട്ട് എടുക്കാനാണ് ശ്രമിക്കുന്നത്. ചെറിയ സൈസിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പോലെ വലുതായിട്ടല്ല. മാക്സിമം നമ്മൾ ഇതിനെ ടൈറ്റായിട്ട് പിടിച്ചിട്ട് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പം ഇങ്ങനെ കിട്ടിയില്ലേ നമുക്ക് ഒരു വലിയ റോള്. ഇതിനെ നമുക്ക് അങ്ങ് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇവിടെ കണ്ട് ഇവിടെയൊക്കെ കുറച്ച് ഈ നടുവിലത്തെ ഭാഗം മാത്രം നല്ല ലെയേഴ്സ് വരുള്ളൂ. ഈ അറ്റത്തെ ഭാഗത്ത് കുറച്ച് ലെയേഴ്സ് കുറവായിരിക്കും. പക്ഷേ കുഴപ്പമില്ല, നമുക്കിപ്പോൾ ടേസ്റ്റ് ഉണ്ടായാൽ മതി. അപ്പോൾ ഇവിടുത്തെ ഭാഗം ഇതേപോലെ മുറിക്കാം. ഓക്കെ, പ്രസ് ചെയ്ത് ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പക്ഷേ പെർഫെക്റ്റ് എന്ന് പറയുന്നത് ഈ ഭാഗം തൊട്ടിട്ടാണ് എനിക്ക് വരിക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട എത്ര സൈസാണോ അത്രയും വലിപ്പത്തിൽ ഇതങ്ങ് മുറിച്ചെടുക്കാം. വീതി കൂടുതൽ വേണമെങ്കിൽ വീതി കൂടുതലായിട്ട് മുറിക്കാം, ചെറുത് മതി എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് അങ്ങ് മുറിക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മാവും പരത്തിയതിന് ശേഷം സെയിം പ്രൊസീജിയറിൽ ചെയ്തിട്ട് മുറിച്ചെടുക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പീസ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ പ്രസ് ചെയ്യാം. അപ്പോൾ ഒരുപാടങ്ങ് നൈസായിട്ട് പരത്തണ്ട, ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്താൽ മതി. ഓവറായിട്ട് പരത്തി കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെയേഴ്സ് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു കനത്തിലങ്ങ് പരത്തിയെടുക്കാം. അതുപോലെ തന്നെ എല്ലാതും പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഒരുമിച്ചങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ലെയേഴ്സ് വരുന്നുണ്ട്. അരിപ്പൊടി നമ്മൾ അതിൻ്റെ മേലെ കൂടി ഇടുന്നതുകൊണ്ടാണ് ഇങ്ങനെ ലെയേഴ്സ് എളുപ്പത്തിൽ വരുന്നത്. ഈ ഒരു കനത്തിൽ നമുക്കെല്ലാം അങ്ങ് പരത്തിയെടുക്കാം കേട്ടോ. ആ മടക്കുകൾ ഈ സൈഡിലാണ് വരുന്നത്, അത് ശ്രദ്ധിക്കുക. മേലത്തെ ഭാഗത്ത് കൂടിയാണ് പരത്തിയെടുക്കേണ്ടത്. കടയിൽ നിന്ന് കിട്ടുന്ന വലിപ്പത്തിലൊന്നും നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റില്ല എന്നല്ല, പറ്റും. പക്ഷേ ചെറുതായിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. അപ്പോൾ മൊത്തത്തിൽ ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. നിങ്ങൾ പരത്തുന്ന സമയത്ത് ബാക്ക് സൈഡ് ഇതുപോലെ വിട്ട് വരുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്കൊരു ഇച്ചിരി വെള്ളം ഇതിൻ്റെ മുകളിൽ ഒന്ന് പുരട്ടി കൊടുക്കുക, എന്നിട്ട് അതിനെ നന്നായിട്ടങ്ങ് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അവിടെ ഇരുന്നോളും. ചിലപ്പോൾ നമ്മൾ അരിപ്പൊടി ഇങ്ങനെ ഇടുന്ന കാരണം ചിലപ്പോൾ വിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരുന്നോളും. ഓക്കെ, അപ്പോൾ എനിക്ക് ഇവിടെ 20 എണ്ണം കിട്ടിയിട്ടുണ്ട് പരത്തിയത്. പിന്നെ ഈ 4-5 എണ്ണം അത്ര ഷേപ്പ് ശരിയില്ലാത്തതാണ്, അത് ഞാൻ കണക്ക് കൂട്ടിയിട്ടില്ല. അപ്പോൾ 20 എണ്ണമാണ് ഈ ഒരു അളവിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക കേട്ടോ, ചെറിയ സൈസ്. ഇനി നമുക്കിതങ്ങ് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇത് വറക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കാൻ വെക്കുക. ശരിക്കും വെളിച്ചെണ്ണയിലാണ് സാധാരണ രീതിയിൽ പണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാറ്. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇത് മീഡിയം ചൂടാവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എണ്ണയുടെ ചൂട് കറക്റ്റായെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയ പോർഷൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പൊന്തി വരുന്നുണ്ട്, അപ്പോൾ കറക്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇട്ടതിന് ശേഷം അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. സ്പൂൺ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് താഴോട്ട് കൊടുക്കാം. ഇത് സമയമെടുത്ത് ഫ്രൈ ചെയ്യണം, കാരണം ഇത് കുറേ ലെയേഴ്സ് ഉള്ള കാരണം ഉള്ളിൽ ഫ്രൈ ആവാൻ സമയം പിടിക്കും. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ സോഫ്റ്റ് ആയിട്ട് മാറും. അപ്പോൾ നല്ല ക്രിസ്പി ആവാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഷുഗർ സിറപ്പിൻ്റെ ഉള്ളിൽ മുക്കി പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞാലും സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് വിചാരിച്ചിട്ട് കരിക്കാനല്ല ഞാൻ പറയുന്നത്, മാക്സിമം പക്ഷേ നല്ല ക്രിസ്പി ആയിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഈ സൈഡിലൊക്കെ കളർ ചേഞ്ച് വരാൻ തുടങ്ങും, അപ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റും. സ്പൂൺ കൊണ്ട് ഇങ്ങനെ തട്ടി കൊടുത്തു കഴിഞ്ഞാലും ആ ഒരു സൗണ്ട് വരും.
കണ്ടില്ലേ, ഇതിൻ്റെയൊക്കെ ഈ ലെയേഴ്സിൽ തന്നെ നല്ല കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. കണ്ട, ഈ രണ്ട് സൈഡിലും നല്ലൊരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം അത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയി എന്നാണ്. അപ്പോൾ നമുക്ക് ഇനി അതിന് ശേഷം ഓരോന്നും കോരി മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ ബാച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ലാസ്റ്റത്തെ ഈ ഷേപ്പൊന്നും ഇല്ലാത്തതും പിന്നെ 2 കൂടെ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ സാധാരണ രീതിയിൽ ഇത് ഉണ്ടാക്കുമ്പോൾ ഷുഗർ സിറപ്പിലാണ് മുക്കിയിട്ടാണ് എടുക്കാറുള്ളത്, ആ പഞ്ചസാര കോട്ടിങ്ങിന് വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ ജാൻ ചേട്ടന് പഞ്ചസാര കോട്ടിങ് ഇല്ലാണ്ട് വെറുതെ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെ നിങ്ങൾക്ക് കഴിക്കാം. അങ്ങനെ മധുരം ഇഷ്ടമില്ലാത്തവർക്ക് ഇതിൽ ഇപ്പം ഞാൻ ചെയ്യുന്ന സെയിം പ്രൊസീജിയറിൽ കുറച്ച് മുളക് പൊടി ഇട്ട് കഴിഞ്ഞ് സ്പൈസി ആയിട്ടുള്ള ഒരു സ്നാക്കായിട്ട് മാറും. അങ്ങനെയും ചെയ്യാം. പക്ഷേ എന്താ പറയുക, ഇതിപ്പോൾ പഞ്ചസാര പാനിയിൽ ഇല്ലാതെ തന്നെ പഞ്ചസാര പൊടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ചേർക്കാം. അത് നമ്മുടെ ഡയമണ്ട് കട്ട് ഞാൻ ചെയ്തപ്പോൾ അതേ പ്രൊസീജിയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, സെയിം പ്രൊസീജിയർ നമുക്കിവിടെ ഫോളോ ചെയ്യാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് 2-3 എണ്ണം അങ്ങനെ കാണിച്ചു തരാം. അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടോടുകൂടി അതിൽ പൊടിച്ച പഞ്ചസാര മിക്സ് ചെയ്യാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ പഞ്ചസാര പൊടിച്ച് വയ്ക്കുക. പഞ്ചസാര പൊടിക്കുമ്പോൾ ഒരല്പം ഏലക്കയും കൂടി ഇട്ടിട്ട് പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല ഫ്ലേവർ കിട്ടും. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഓരോ കാജയും ഇതിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇതിന് മുകളിൽ ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താലും മതി. അതിൻ്റെ എക്സസ് ആയിട്ടുള്ള പഞ്ചസാര അങ്ങ് കളയുക. ഇങ്ങനെയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഒട്ടും തന്നെ ഇതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ് മാറില്ല. നല്ല ക്രിസ്പി ആയിട്ട് അതേസമയം ആവശ്യത്തിന് മധുരമായിട്ട് ഇരിക്കുകയും ചെയ്യും. ഇതാണ് എനിക്കിഷ്ടപ്പെട്ട രീതി. പക്ഷേ ഞാൻ അടുത്ത രീതിയും കാണിച്ചു തരാം. അതായത് ഷുഗർ സിറപ്പിൽ മുക്കുന്ന രീതിയും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ മറ്റേ രീതിയിലും ചെയ്യാം. ചൂടോടുകൂടി നമ്മളിതിൽ മുക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് ഇതിലേക്ക് പഞ്ചസാര ഇങ്ങനെ കോട്ടായി നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പഞ്ചസാര എല്ലാം കൂടി ഇതിൽ നിന്ന് പോകും. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കുക. എല്ലാം അല്ല, കുറച്ച് ഞാൻ ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കി നമുക്ക് കുറച്ചുള്ളത് പഞ്ചസാര പാനിയിൽ ഒന്ന് മുക്കുകയും ചെയ്യാം. 2 രീതിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നു മാത്രം. നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അത് ഫോളോ ചെയ്താൽ മതിയാകും. എപ്പോഴും നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഒരു 2 ആഴ്ച സമയം വരെ നമുക്കിത് കേടാവാതെ ഇരിക്കും. ഒരു ഭരണിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രത്തിലോ അടച്ചു വെച്ചാൽ മതി. പക്ഷെ എപ്പോഴും ഇത് തണുത്തതിന് ശേഷം നല്ല ക്രിസ്പി ആയതിനു ശേഷം മാത്രം വെക്കാൻ പാടുള്ളൂ. ചൂടോടുകൂടി ഒരിക്കലും ഇത് അടച്ചു വെക്കാൻ പാടില്ല. ചൂടോടുകൂടി വെച്ച് കഴിഞ്ഞാലും ഇത് അങ്ങനെ സോഫ്റ്റ് ആയിട്ട് മാറും. ചില പോയിന്റുകൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് എങ്ങനെയാണ് പഞ്ചസാര സിറപ്പ് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഇനി നമുക്ക് പഞ്ചസാര പാനി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ഗ്ലാസ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. കാരണം ഞാൻ നേരത്തെ കാണിച്ചെന്ന പോലെ ബാക്കിയുള്ളതിൽ ഞാൻ കുറച്ച് പഞ്ചസാര പൊടിച്ച് തന്നെ ചേർക്കുന്നത്. എൻ്റെ മക്കൾക്ക് അങ്ങനെയാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാം ഇതുപോലെ പഞ്ചസാര സിറപ്പിൽ ഇടണമെന്നുണ്ടെങ്കിൽ 3/4 ഗ്ലാസ് പഞ്ചസാര നിങ്ങൾ ചേർത്ത് കൊടുക്കണം. ഞാൻ പക്ഷേ ഇവിടെ 1/2 ഗ്ലാസ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ നമുക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. എന്നിട്ട് നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. അതിലോട്ട് അല്പം ഏലക്കയുടെ പൊടി അല്ലെങ്കിൽ ഏലക്ക തുറന്നതിന് ശേഷം അതിലത്തെ ബ്ലാക്ക് സീഡ് ഇട്ട് കൊടുത്താലും മതി. ഏലക്കയുടെ പൊടി ഞാൻ ഓൾറെഡി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, പഞ്ചസാരയും കൂട്ടിയിട്ട് അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഏലക്കയുടെ വാസന താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എസൻസ് വേണമെങ്കിലും ചേർക്കാം. പൈനാപ്പിളോ അതുപോലെ തന്നെ വാനിലയോ ഒക്കെ ചേർക്കാം. പക്ഷേ ട്രഡീഷണലായിട്ട് നമ്മളിതിൽ സാധാരണ രീതിയിൽ ഏലക്കയുടെ പൊടിയാണ് ചേർക്കാറുള്ളത്. ഇത് നന്നായിട്ടൊന്ന് ബോയിലായിട്ട് വരട്ടെ. നിങ്ങൾ പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ ആ വറുത്ത് വെച്ചിരിക്കുന്ന കാജ് നന്നായി തണുത്തതിന് ശേഷം മാത്രമേ ഇതിലോട്ട് ഇടാൻ പാടുള്ളൂ. ചൂടോടുകൂടി ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയിട്ട് മാറും. അപ്പം നല്ല ക്രിസ്പി ആവാൻ അനുവദിക്കുക. നല്ല ക്രിസ്പി ആയി തണുത്തതിന് ശേഷം മാത്രം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഷുഗർ സിറപ്പിൽ ഇടാൻ പാടുള്ളൂ. ആ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക, അതല്ലെങ്കിൽ തണുത്ത് പോകും കേട്ടോ. നമ്മുടെ പഞ്ചസാര സിറപ്പിൽ ഒരു നുള്ളു ഉപ്പിടാൻ മറക്കരുത് കേട്ടോ. ഒരു നുള്ളു മാത്രം മതി, ഓവറാവാൻ പാടില്ല. അത് ആ മധുരം ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മളതിന് ചെയ്യുന്നത്. ഇത് ഞാനിപ്പോൾ ചെറിയൊരു അളവല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പഞ്ചസാര പാനി ഉണ്ടാക്കണം. പിന്നെ കുറേ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാര പാനി വെറുതെ വേസ്റ്റ് ആയിട്ട് പോകും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ നിൽക്കണം ആ പഞ്ചസാര പാനി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനെപ്പോഴും കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ കടും മധുരം ആവണ്ട കേട്ടോ. കടും മധുരം ആയിക്കഴിഞ്ഞാൽ നമുക്കിത് കഴിക്കാൻ പറ്റില്ല, പൊട്ടിയ പോലെ വരും. അതുകൊണ്ട് ചെറിയൊരു മധുരമാണ് ഏറ്റവും നല്ലത്. ഓക്കെ, 1 സ്റ്റിം കൺസിസ്റ്റൻസി ആവുന്നേക്കാൾ മുമ്പുള്ള പരിവാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഓഫ് ചെയ്യാം. കാരണം ഓവറായിട്ട് നമ്മൾ കൺസിസ്റ്റൻസി കൂട്ടിക്കഴിഞ്ഞ് തിക്കായി കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് മധുരം കൂടും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാനിങ്ങനെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ചെറിയൊരു നൂല് പോലെ വരുന്ന പരുവം. അത് അപ്പോൾ ആ സമയത്ത് ഓഫ് ചെയ്യുക. അപ്പോൾ ഈ ചൂടിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കുക. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഓവറായിട്ട് അതങ്ങ് കൺസിസ്റ്റൻസി കട്ടിയായിട്ട് മാറും. അപ്പോൾ ഞാൻ ചൂടാറിയിട്ടുള്ള അടുപ്പിലോട്ട് മാറ്റി വയ്ക്കുകയാണേ. അഥവാ നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് തിക്കായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 1 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാകും. തിരിച്ചിടുക, പെട്ടെന്ന് തന്നെ എടുത്തോളൂ കേട്ടോ. ചിലർ ഇതിൻ്റെ മുകളിലേക്ക് സിറപ്പ് ഒഴിച്ച് കൊടുക്കാറുണ്ട്. പക്ഷെ അത് എനിക്ക് ശരിയായിട്ടില്ല ഇതുവരെ ചെയ്തിട്ട്. അത് ഓവറായിട്ട് ഇങ്ങനെ സോഫ്റ്റ് ആവണ പോലെ തോന്നാറുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് മൊത്തത്തിൽ അങ്ങ് ചെയ്യാം. ഇങ്ങനെ ഒരു ഫോർക്ക് വെച്ചിട്ട് ചെയ്താലും മതി കേട്ടോ. ഇങ്ങനെ എല്ലാം ചെയ്തെടുക്കാം.
ഞാനിതൊരു അരിപ്പേരെ മേലെ വെച്ചിരിക്കുന്നത്. അപ്പോൾ താഴത്തുനിന്ന് എയർ വരും, മേലെ നിന്ന് വരും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതങ്ങ് തണുക്കും. ഇൻ ദ സെൻസ് ഇത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് മാറും. അതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഒരു അരിപ്പയിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. നിങ്ങളൊരു അരിപ്പില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഒരു പാത്രത്തിൽ വെച്ച് കൊടുത്താലും മതി. കുറച്ച് കഴിഞ്ഞാൽ മാത്രം നമ്മൾ നന്നായിട്ട് ക്രിസ്പിനെസ് വരുള്ളൂ. അപ്പോൾ ഇത് മാറ്റി വെക്കണം. അപ്പോൾ ഞാൻ ഇന്നലെ ചെയ്തതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോഴും നല്ല ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ദേ നമ്മുടെ ഇത് വന്നിട്ട് പഞ്ചസാര പൊടിച്ചത് ചേർത്തിട്ടുള്ള കാജ, ഇത് പഞ്ചസാര ലായനിയിൽ മുക്കിയിട്ടുള്ള കാജ. ഇത് കുറച്ചും കൂടെ ഒന്ന് ക്രിസ്പി ആവാനുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തുറന്ന് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ കണ്ടില്ലേ സൗണ്ട് കേട്ടോ, ക്രിസ്പിയാണ്, നല്ല ഇതായിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് ആവാനുണ്ട്. കാരണം അത് ഇപ്പോഴും തൊടുമ്പോൾ തന്നെ ഒട്ടൽ വരുന്നുണ്ട്. ഒട്ടൽ വരാൻ പാടില്ല. അതും കൂടെ നന്നായിട്ടൊന്ന് ക്രിസ്റ്റലൈസ് ആവണം. ഇതൊക്കെ ഏകദേശം ഒരു പരിവായിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൽ ഷുഗറിൻ്റെ അംശം നിങ്ങൾക്ക് കാണുന്നില്ലേ. ഇതുപോലെയാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കാജയൊക്കെ കിട്ടുക. ഇതുപോലെ പഞ്ചസാര അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും. അതാണ് പെർഫെക്റ്റ് കാജ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കുറച്ചും കൂടെ നേരം എനിക്ക് വെക്കാനുണ്ട് പുറത്ത്. അതിനുശേഷം ഞാൻ ഒരു അടച്ചുറപ്പുള്ള പാത്രത്തിൽ ഇട്ട് വെക്കും. കണ്ടാ, ഇവിടെയൊക്കെ കണ്ടാ, ഇതുപോലെ ഇരിക്കണം കേട്ടോ. അപ്പോൾ 2 തരത്തിൽ നിങ്ങൾ കുറച്ച് ട്രൈ ചെയ്ത് നോക്കൂ. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമായി തോന്നുന്നത് അതങ്ങ് പിന്നെ ഫോളോ ചെയ്താൽ മതിയാകും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാനിത് ഒരെണ്ണം കഴിച്ച് കാണിച്ചു തരാം. അതൊരു വലിയൊരു ടാസ്ക്കാണ് അല്ലേ. എനിക്ക് എന്താ പറയുക, മധുരം തീരെ താല്പര്യമില്ലാത്ത ഒരാളാണെങ്കിൽ പോലും എനിക്ക് ഇഷ്ടപ്പെട്ട മധുരമുള്ള ഐറ്റമാണ് ഈ കാജ, എൻ്റെ പ്രിയപ്പെട്ട കാജ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് കിട്ടിയിട്ടുണ്ടോ, ഒരു മാറ്റമില്ല. ഇത് കണ്ടില്ലേ, ഇപ്പം നമ്മുടെ കാജയുടെ ലെയേഴ്സ് കണ്ടോ. കാരണം പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കാജയായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യരുത്. കാരണം അതെന്ന് വെച്ചാൽ കുറച്ച് നീളത്തിലുണ്ടാവും, കുറച്ചും കൂടെ ലെയർ ചിലപ്പോൾ കണ്ടുവന്ന് വരാം. വീട്ടിൽ പക്ഷേ ഇതുപോലെ അടിപൊളിയായിട്ട് നമുക്ക് കാജ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ എളുപ്പമല്ലേ തയ്യാറാക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക നമ്മുടെ പ്രിയപ്പെട്ട നൊസ്റ്റാൾജിക് കാജ. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലായി ചെയ്തിട്ടുണ്ടായിരുന്ന കുറേ പലഹാരങ്ങളുണ്ട്. അതെല്ലാം ചെയ്ത് നോക്കുക, അതിൻ്റെ ഫീഡ്ബാക്കും തരിക. അടുത്ത അടിപൊളിയായിട്ട് റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു. ഇവിടെ മക്കളെ കാണിക്കുന്നില്ല എന്ന് പരാതി ഉണ്ടായിരുന്നു, ബിഹൈൻഡ് ദ സീൻ കാണിക്കുന്നില്ല എന്ന്. ഇവിടെ ആകെ തിരക്കാണ്. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയതിന് ശേഷം ഇവിടെ ഹോംവർക്കും നന്ദുവിനും ഇങ്ങനെ അല്ലേ കാജി ഉണ്ടാക്കി അവിടെ ഇരിക്കുന്നു. ജഞ്ചേട്ടാ എഴുതിക്കോട്ടാ. ഇവിടെ ആരോ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നേരെ പോയി കഴിഞ്ഞാൽ ചീത്ത പറയും. എന്നെ ഞാൻ റൂമിലിട്ടൊരു അപ്പ ഗെറ്റ് ഔട്ട് എന്ത് ചെയ്യാനാ പാവ അമ്മ. ലോക്ക്ഡൌൺ ആയതിനു ശേഷം ബിഹൈൻഡ് ദ സീൻ ഇടുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്താ ചാഞ്ചേട്ടാ സമ്മതിക്കാത്തത്? ഭയങ്കര സീരിയസ് ആണ്. എന്തത് നാളെ ജോലി എനിക്ക് ജോലി ഇല്ലേ? അപ്പൊ ഞാനിതൊക്കെ ചെയ്തു. ശരി, ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. മനസ്സിലായല്ലോ. ലോക്ക്ഡൌൺ ആയപ്പോ ആർക്കും ഒരു ഇൻട്രസ്റ്റ് ഇല്ല ബിഹൈൻഡ് ദ സീൻ ഇടാൻ.